പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ നടത്താറുള്ള ഒരു പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥനയിലെ ഒരു ഭാഗം അല്ലാഹുമ്മ ജഅൽ മൗത റാഹത്തൻ മിൻ കുല്ലി ശർർ. അല്ലാഹുവേ ജഅൽ മൗത, അല്ലാഹുവേ എൻ്റെ മരണത്തെ നീ ആക്കണം, റാഹത്തൻ മിൻ കുല്ലി ശർർ, എല്ലാ ഷർറിൽ നിന്നുമുള്ള വിശ്രമമാക്കി മാറ്റണമേ എന്നാണ്. ഇത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, വിശ്വാസിയുടെ മരണം എന്ന് പറഞ്ഞാൽ അവൻ ദുനിയാവിൽ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളുടെയും ഒരു അവസാനമാണ്, ഒരു മോചനമാണ് മരണം എന്നാണ്. അപ്പൊ അവിടെ ഷർറെന്ന് ഉദ്ദേശിച്ചത് നേർക്ക് നേരെയുള്ള ഷർറാകാം, അതല്ല ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുനിയാവിൽ എന്തൊക്കെയാണ് അനുഭവിക്കുന്നുണ്ടോ അതിൽ നിന്നുള്ളൊരു മോചനമാണ് വിശ്വാസിക്ക് യഥാർത്ഥത്തിൽ മരണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മൾ ദുനിയാവിൽ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുക, അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടുക നമ്മുടെ മരണത്തോടു കൂടിയായിരിക്കുക. അതിന് രണ്ടാം ഭാഗം എന്താണെന്നോ, മരണശേഷം നമുക്ക് പിന്നെ വിശ്രമ ജീവിതം നയിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ദുനിയാവിലും നമുക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മരിച്ചതിന് ശേഷം വീണ്ടും അതേപോലെ ദുരിതത്തിലേക്ക് ആകരുത് എന്നാണ്. അപ്പൊ മരണശേഷം നമുക്ക് സമാധാനത്തോടുകൂടി വിശ്രമമായി ശാന്തമായി പോയി കിടക്കണമെങ്കിൽ ദുനിയാവിലും മരണത്തിന് മുമ്പുള്ള ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തിയാലേ അതിന് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ ഈ അധ്വാനവും ഈ പ്രവർത്തനവും ഈ ഒക്കെ എന്തിനാന്ന് ചോദിച്ചാൽ മരണത്തിന് ശേഷം നമുക്ക് റാഹത്തായിട്ട് കിടക്കുവാനും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയണം എന്നുള്ളത്. അതുകൊണ്ട് മരണശേഷം റാഹത്താകാനാണ് നമ്മുടെ അധ്വാനവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുന്നത്. അതിനുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ ക്രമീകരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മുടെ മരണശേഷം ഒരു റാഹത്തായ ശരിക്കുമുള്ള ഒരു വിശ്രമ ജീവിതമാക്കി മാറ്റി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.